പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട്, ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. ലൂക്കാ 17:5. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിനോട് ഈ അപ്പോസ്തലന്മാർ 2 കാര്യം ചോദിച്ചിട്ടുള്ളേ. ഒന്നെന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, അല്ലേ? പിന്നെന്താ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി, വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാൾ ഉപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ചയിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം. അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, 10 ദിവസമാണ് അങ്ങനെ കർത്താവിനോട് ചോദിച്ചത്. ഇതിന് 10 ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളെക്കുറിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ്? 2 പത്രോസിൻ്റെ 1:5 പറഞ്ഞതില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും. അതാരാ പറഞ്ഞത്? വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് 10 ദിവസം പണ്ട് ചോദിച്ചു. ആ 10 ദിവസത്തിൻ്റെ വിശ്വാസം പിന്നീട് വർദ്ധിച്ചിട്ട് പുതിയ വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് 10 ദിവസം മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം 10 ദിവസം മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ, സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി. RSV ബൈബിളിൽ, ഇപ്പം മലയാളം ബൈബിളിൽ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് RSV ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലവ് എന്ന് മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത്? ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമാണത്. അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ. ആ ലവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോദര സ്നേഹം മുകളിലുണ്ടല്ലോ, പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല. ആ ലവ് എന്ന് പറയുന്നത് ശരിക്കും വന്നിരിക്കുന്നത് ഉപവിയാണ്. ഉപവിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ഈ ഉപവി അവസാനം പറയണത്? ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം. നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കി കഴിഞ്ഞാൽ ദാനം, അങ്ങനെയൊക്കെയുള്ള സമർപ്പണം, സ്നേഹം എന്നൊക്കെ ഉള്ളു. ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തിൽ ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ്? ഉപവിയാണ്. അതാണ് ഉപവി. നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല. എൻ്റെ കയ്യും തലയും പിന്നെ പുറത്ത് വരുന്ന നമുക്ക് കാണാം. ഒതുങ്ങണില്ല, ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി. മലയാളത്തിന് വരെ വാക്കില്ല. എന്താ സംഭവം? നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ ഈശോ പറയത്തില്ല. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. അതൊരു ഫിഗറേറ്റീവ് വർത്തമാനമാണ്. പക്ഷെ വലത് ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്താണ്?
രഹസ്യത്തിൽ അറിയുന്ന പിതാവ് 10:6-4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിനക്ക് പ്രതിഫലം. ഉപവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര്, സൽപ്പേര്, നല്ല പേര്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തിത്വം, മനുഷ്യനിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി. പിന്നെന്താണ്? അത് രഹസ്യമാണ്. അത് ആരുടേതാണ്? അതുകൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇപ്പോൾ രോഗികൾ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു, നമ്മുടെ അപ്പൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു. വന്നാലും നമുക്കൊരു ബന്ധവുമില്ല, അഡ്രസ്സും ഇല്ല, അറിയാനും പാടില്ലാത്ത ആൾക്കാർ, അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവരണം. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. അവരെ ആരായിട്ട് കാണണം? അവരെ യേശുവായിട്ട് കാണണം. അതാണ് ഉപവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ, ഭർത്താവ് നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ആശുപത്രി കിടക്കും, നിങ്ങൾ അവിടെ സ്വറായും പറഞ്ഞിരിക്കും, അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും ബില്ലും കൊടുത്ത് പോരും. പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെന്റിലേറ്ററായി പോകും. ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല. അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി, അവർ കുളിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒപ്പുകയാണ്. പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ടോ നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണാണ് അറിയണില്ല. കാര്യം അവർ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല, അവർക്ക് ബോധമില്ല, നല്ല വാക്ക് ഒന്ന് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ഇല്ല. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ആരാണ്? അപ്പം ഞാൻ രോഗിയായിരുന്നു. അതിനാണ് ഉപവി എന്ന് പറയുന്നത്. ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല, ആനുകൂല്യങ്ങളൊന്നുമില്ല, മറിച്ച് രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ്. ശരിക്കും പറഞ്ഞാൽ 1:10 വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർദ്ധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന ഉപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ, സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷ് ആൻഡ് കൈൻഡ് ഇല്ലാതെ, ഒരു പുഞ്ചിരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യതയെ കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉപവി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് സെറ്റെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം, നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും നല്ല പേരും സൽപ്പേരും മേടിച്ച് ഗുഡ് എന്നൊക്കെ പറഞ്ഞു കാണുന്നത് കാര്യമില്ല. ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയെന്ന് പറഞ്ഞ് പിള്ളേരെ വരാൻ കണ്ടില്ലേ? ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും. ഒരു ജീവിതത്തിൻ്റെ പരീക്ഷാ പേപ്പറിൽ ഒറ്റ ഗുഡുമില്ലാത്ത ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണത്. അതിന് ഉപവി എന്ന് പറയും. എൻ്റെ പേര് സിനി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. സെൻറ്റ് തോമസ് ചർച്ചിയുടെ അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 മെയ്യിലാണ്. അപ്പോൾ ഞാനിവിടെ ഈ പള്ളിയിൽ വന്ന് ഒത്തിരി ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ പള്ളിയിലോട്ട് വന്നത്. അപ്പം ഞാൻ ആ സമയത്ത് കൊറോണ സീസൺ ആയതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പം അതിനകത്ത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും അച്ഛൻ പറഞ്ഞ ധ്യാനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനം എന്ന അൽത്താരയും പള്ളിയും എനിക്ക് പരിചയമായത്. അന്ന് തൊട്ട് എനിക്ക് തോന്നി ഉടമ്പടി ഒന്ന് എടുത്താൽ കൊള്ളാം എന്ന് വിചാരിച്ച അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് വെച്ചത് എൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊന്ന് മാറിക്കിട്ടാനായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 60 നിയോഗങ്ങളുണ്ട്. എന്നാലും 6 നിയോഗങ്ങൾ വെച്ച് ഞാനിവിടെ ഉടമ്പടി എടുത്തു. ആദ്യമായി എനിക്ക് എൻ്റെ സാധ്യം വെച്ചത് എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമായി മാറിക്കിട്ടി. പിന്നെ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയി എനിക്കൊന്ന് സെറ്റ് ആവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു 2022 തൊട്ട്. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു 4 ഉടമ്പടി ഞാൻ പുതുക്കി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഒരുങ്ങി. പക്ഷേ എനിക്ക് ന്യൂസിലൻഡ് എന്ന സ്ഥലത്തോട്ട് പോകാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അവസാനം കരഞ്ഞ് ഞാൻ മാതാവിനോട് 4ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു, ഇനി എനിക്കൊരു ഉടമ്പടി പുതുക്കിയിട്ട് എനിക്കിനി ഈ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ആ ഒരു സ്ഥലത്തേക്കുള്ള
പോക്ക് ഞാൻ അവസാനിപ്പിക്കും, അതുപോലെ തന്നെ ഞാൻ ഇനി ഉടമ്പടി പുതുക്കുകയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനങ്ങനെ അത് പറഞ്ഞു. എനിക്ക് ഞാനത് ആ ഒരു സമയത്തും എനിക്ക് ആ ന്യൂസിലൻഡിൽ നിന്ന് സ്ഥലത്ത് നോക്കി പോകാൻ വേണ്ട കാര്യങ്ങൾ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ അങ്ങ് മടക്കി വേണ്ടാന്ന് വെച്ചു. ഇനിയും പ്രാർത്ഥിക്കും എങ്കിലും ഉടമ്പടിയോടെ എനിക്ക് അത്ര ഒരു താല്പര്യമില്ലാതെ ആയിപ്പോയി. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ബാക്കി ഞാൻ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ OET എഴുതിയ പിള്ളേർ അവരെല്ലാം പല സ്ഥലത്ത് പോയി, ന്യൂസിലൻഡിൽ പോയി, അവിടെ ക്യാബ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം ന്യൂസിലൻഡ് സ്ഥലത്തോട്ട് പോകാനേ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എല്ലാം വേണ്ടെന്ന് വെച്ചു. എല്ലാം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് തോന്നി, എന്നാൽ വേണ്ട, എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു എന്നാൽ നമുക്ക് UK പോവാം. അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ഒരു നാട്ടിലോട്ട് ഞാൻ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ UK ചെന്നു. അവിടെ ചെന്ന് ഉടമ്പടിയും കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു. സാധാരണ എൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ 2024 ഓഗസ്റ്റ് ആയപ്പം മെയ് ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. കാരണം എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും പതിവില്ലാതെ പുള്ളി എന്നോട് ചോദിച്ചു, നീ എല്ലാ പള്ളിയിലും ധ്യാനത്തിന് പോയും പ്രാർത്ഥിക്കാൻ പോയി, നേർച്ചയൊക്കെ കഴിക്കാൻ പോയി, നീ എന്തുകൊണ്ട് കൃപാസനത്തിലോട്ട് പോകുന്നില്ല? ഞാനപ്പം പറഞ്ഞു, കൃപാസനത്തിൽ പോകണം, എന്നാലും എൻ്റെ മനസ്സിൽ പോകണം, എന്നാലും പുള്ളി പറഞ്ഞതല്ലേ, എന്നാൽ ശരി. ഞാനും ഇവിടെ വന്നു, ഈ പള്ളിയിലിരുന്നു. അവസാനം അവിടെ ഇരുന്ന് മാതാവിൻ്റെ മുഖത്തൊക്കെ ഞാനൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, അമ്മേ, ഇനി ഞാനൊരു ഉടമ്പടി പുതുക്കണമെങ്കിലോ ഞാൻ ഈ പള്ളിയിലോട്ട് വരണമെങ്കിലോ എനിക്കും അവിടെ UK ഒരു നേഴ്സായിട്ട് ഒരു NHS ജോലി കിട്ടുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാം എന്ന് അമ്മയുടെ മുഖത്തൊക്കെ ചിരിച്ച് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ UK തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഞാൻ അന്ന് ന്യൂസിലൻഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ന്യൂസിലാൻഡിൽ പോയായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജോലി കിട്ടത്തില്ലായിരുന്നു. ഞാനൊരു 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് മേടിച്ച് കടമൊക്കെ മേടിച്ച് നാട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ജോലിയില്ലാതെ ഞാൻ തിരിച്ചു വരുമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത പിള്ളേരും അതുപോലെ തന്നെ എൻ്റെ കൂടെ കസിൻസ് എല്ലാം അവിടെ പോയി ജോലിയില്ലാതെ തിരിച്ചു വരുന്ന സമയത്ത് പരിശുദ്ധ ദേവമാതാവും ഈശോയും എന്നെ കരുതിയെന്ന് വേണം പറയാൻ. എനിക്ക് ആ സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ എന്നെ വിട്ടില്ല, അതാണ് സത്യം. കാരണം എനിക്ക് തടസ്സങ്ങൾ തന്ന് എനിക്ക് വേണ്ട സ്ഥലത്ത് പരിശുദ്ധ അമ്മ എന്നെ എത്തിച്ചു. അത് UK ആയിരുന്നു. ഞാനവിടെ ചെന്നു. അവിടെ എക്സാമുകളെല്ലാം OSCE എഴുതി, CBT എഴുതി. അതിനിടയ്ക്ക് പിൻ നമ്പർ കിട്ടി. ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു വന്ന ശേഷം ഞാൻ പെട്ടെന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത്, ഞാൻ പല പ്രാവശ്യം ബൈബിൾ കംപ്ലീറ്റ് ആയി വായിച്ചിട്ടുണ്ട്, എങ്കിലും ബൈബിൾ എടുത്ത് ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം, കൃപാസനത്തിലേക്ക് വരിക, നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി. ഞാൻ പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ എന്താ. ഞാൻ പെട്ടെന്ന് നല്ല വിശുദ്ധിയോടുകൂടെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ ഈ 6 നിയോഗങ്ങൾ ഇന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ വെച്ചെന്നുള്ളത്. ആ നിയോഗങ്ങളിൽ വെച്ചത് ഞാൻ അവിടെ വെച്ച് ഞാനത് മറന്നു. പക്ഷേ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു 3 മാസത്തെ ഉടമ്പടി നിയോഗങ്ങളും ഉടമ്പടി ദൈവം എന്താണോ ഈ പരിശുദ്ധ അൾത്താരയിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നോ എന്ന് മാത്രമാണ് ചിന്തിച്ചത്. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങൾ ഞാൻ കുമ്പസാരിക്കാനും കുർബാനയ്ക്ക് പോകാനും എല്ലാ ദിവസവും കൂടുതൽ എഫേർട്ട് എടുത്ത് ഞാൻ പള്ളിയിൽ പോയി കാര്യപ്രവർത്തനങ്ങളെല്ലാം കൂടെ ചെയ്യാൻ കൂടി. പിന്നെ അങ്ങനെ എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മറന്നു. എനിക്ക് ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് വേണ്ടി എന്താണോ കരുതിയത് അത് എനിക്ക് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് UK പിൻ നമ്പർ, ഒരു നേഴ്സായി വർക്ക് ചെയ്യാനുള്ള പിൻ നമ്പർ കിട്ടി. അതുകൂടെ തന്നെ ഞാനപ്പം ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ഒരമ്മ പറയുന്ന സാക്ഷ്യമാണ്. ആ അമ്മയുടെ മകൾക്ക് വേണ്ടി അമ്മ ഒരു ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു. അമ്മയ്ക്ക് ആ മോക്കൊരു 3 ഇൻ്റർവ്യൂ കിട്ടണം. ആ 3 ഇൻ്റർവ്യൂ സെലക്റ്റായി അമ്മ കൊടുക്കണം. അപ്പം ഞാനത് കേട്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊള്ളാലോ. അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കും വേണം ഒരു 3 ഇൻ്റർവ്യൂ, അതിൽ നിന്ന് ഒരു 3-ൽ ഒരെണ്ണം അമ്മ എനിക്ക് സെലക്ട് ചെയ്യണം. ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് UK ജോലി കിട്ടുക, ഒരു ഇൻ്റർവ്യൂ കിട്ടുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു 100-ൽ ഒരു 10% പോലും ഇപ്പം സാഹചര്യം കുറഞ്ഞിരിക്കുക. ഒരു 150 ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കിട്ടിയാലായി, അത് കിട്ടിയില്ലായി. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവമാതാവ് എനിക്ക് 3 ഇൻ്റർവ്യൂ ഒരു മാസത്തിനുള്ളിൽ ജനുവരിയിൽ 2026 ഞാൻ 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനകത്ത് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പോയി, ഒരു ഇതുമില്ലാതെ ഞാൻ പോയി. അമ്മയുടെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരച്ച്
ഉപ്പ് ഞാൻ ഹോസ്പിറ്റലിൽ വാതിക്കൽ കൊണ്ടിട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ നിനക്കും നിൻ്റെ പുത്രനും ഈ ഒരു ഹോസ്പിറ്റൽ എനിക്ക് നൽകാൻ ഇഷ്ടമാണെങ്കിൽ നീ എനിക്കിവിടെ തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. എനിക്ക് കിട്ടിയല്ലോ എന്ന് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നു. 4 മണിയായപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സിനി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സക്സസ് ആയി എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് കറക്റ്റ് 1 മന്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ന് ഞാനിവിടെ COSുമായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ COS അവിടെ UK അപ്ലൈ ചെയ്യുന്നതിലും 1 മാസം കഴിയാതെ COS കൈ കിട്ടത്തില്ല. 10 ദിവസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എനിക്ക് COS തന്നു. ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാനും എനിക്ക് ഉടമ്പടി പുതുക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ആദ്യം തന്ന ഏറ്റവും വലിയ തടസ്സങ്ങളിലൂടെ നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതാണ് എനിക്ക് നൽകിയത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു വീട് വേണമെന്നുള്ളത്. അപ്പം അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഞാൻ പഴയ ഉടമ്പടിയിൽ വെച്ചു, അമ്മേ അവരുടെ കടബാധ്യതകൾ മാറ്റി കൊടുക്കണേ. അന്ന് ഞാൻ നാട്ടിലായിരുന്നു, എനിക്ക് അനിയത്തിയുണ്ട്, അവളും നാട്ടിലായിരുന്നു. 2 പെൺപിള്ളേരാണ്. അവരെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്ഭുതകരമായി എൻ്റെ മമ്മിക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരിക്കലും കൊടുക്കാത്ത ഒരു വീതം അവർക്ക് കൊടുത്ത അവരുടെ തടസ്സങ്ങൾ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിച്ചു. അപ്പം ഈ ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, ഞാൻ UK ആയതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പരിമിതികളുള്ളത് കൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരു ആൾ അരയ്ക്ക് കീഴ്പ്പെട്ട് പുള്ളി തളർന്നു കിടക്കുവാണ്. ഒരു കൊച്ചാണ്, 29 വയസ്സ് 30 വയസ്സേ ഉള്ളൂ. അപ്പം അവന് വേണ്ട കാര്യങ്ങൾക്ക് മരുന്ന് മേടിക്കാനുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എല്ലാ മാസവും അന്ന് തൊട്ട് ഞാൻ അവന് ഇന്ന് വരെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഞാനൊരു വയ്യ എന്ന് കാണുവാണെങ്കിൽ അവർക്ക് സഹായം ചെയ്യും. ഹസ്ബൻഡിനോടാണേലും അനാഥ മന്ദിരത്തിൽ പോയി അവർ ആർക്കെങ്കിലും സഹായം ചെയ്യാനാണെങ്കിൽ പുള്ളിക്കാരനോട് പറഞ്ഞ് പുള്ളിക്കാരനത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലുപരി എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനും ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിക്കാനും എനിക്ക് പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹം തന്നു. ഇപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു ഉടമ്പടി ഞാൻ പുതുക്കി, എനിക്ക് പ്രത്യേകിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നിയോഗങ്ങളും ഇല്ല, ഒരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ ആകെ വെച്ചത് എൻ്റെ കുടുംബത്തെയും എനിക്കറിയാവുന്നവരെയും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയെല്ലാം വിശുദ്ധിയോടുകൂടെ വളർത്തണമെന്ന ഒരു നിയോഗം മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്കറിയാം ഈ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ ചവിട്ടി നിൽക്കുവാണെങ്കിൽ ഉറപ്പായും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അതുപോലെ എന്നെപ്പോലെ ഒത്തിരി നേഴ്സുമാർ വിദൂര സ്ഥലങ്ങളിൽ ജോലിയില്ലാതെയും അതുപോലെ നാട്ടിലെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. ആരും ഇതുവേണ്ടി വിഷമിക്കേണ്ട. ഈ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തടസ്സങ്ങൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. ആമേൻ. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനം. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. സിനി എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് സിനി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നമ്മോട് പങ്കുവച്ചത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ, ഉടമ്പടി അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത്. കാരണം ന്യൂസിലൻഡിൽ പോകാനായി വളരെയധികം ആഗ്രഹിച്ച മകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ വഴിതിരിച്ചു വിട്ടത് UK-യിലേക്കാണ്. എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടായാലും നമുക്ക് കൃപയില്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് യാചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയുള്ളൂ. നമുക്കറിയാം, നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുന്നതാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന. അടിയുറച്ച വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി നാം ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിനു വേണ്ടി സേവനം ചെയ്യുന്നതുമാണ്, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂസിലാൻഡിൽ പോകാൻ ആഗ്രഹിച്ചു, പക്ഷേ മാതാവ് തിരിച്ചുവിട്ടത് ഉടമ്പടിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിച്ചെങ്കിലും അതിനൊരു ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ സിനി ഇവിടെ വന്ന് മാതാവിനെ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മാതാവിനോട് പറഞ്ഞൊരു ചലഞ്ചിങ് വാക്കായിരുന്നു, ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, എനിക്ക് വിസ തന്നില്ലെങ്കിൽ ഞാൻ ഉടമ്പടി പുതുക്കില്ല. നമുക്ക് വളരെ ഫണ്ണിയായി തോന്നും. കാരണം ഈശോ ഒരു മറുപടി ചോദ്യം നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നാം പെട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്.
ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്ത് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നിന്നെക്കൊണ്ട് എനിക്ക് എന്തുപകാരം എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് വാപ്പത്തേണ്ടി വരും. നമ്മുടെ ഉടമ്പടി കൃത്യമായി അതിനുശേഷം സിനി വളരെ ആത്മാർത്ഥമായി ഉടമ്പടി ഈശോയെ സ്നേഹിക്കുവാൻ പഠിച്ചു. ഈശോയെ വളരെയധികം ആത്മാർത്ഥമായി ഏറ്റെടുത്ത് എൻ്റെ ജീവിതം ഇനി നിത്യതയിലേക്കാണ്, ഇനി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തും ഈശോ എനിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഈശോയും സിനിയുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായി. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്താൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് ആരെല്ലാം മാധ്യസ്ഥം അപേക്ഷിച്ച് വളരെ സ്നേഹപൂർവ്വം ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നാം എന്തു തന്നെ ചോദിച്ചാലും ഈശോ നമുക്ക് നൽകും എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സിനി ചോദിച്ചൊരു കാര്യമാണ്, എനിക്ക് 3 ഇൻ്റർവ്യൂ UK പോകാനായിട്ട് തരണം. അതൊരു അടയാളമായി സിനി മനസ്സിലാക്കി. അങ്ങനെ ആ വലിയൊരു ആഗ്രഹം ഈ മകൾക്ക് സാധിക്കുകയും ചെയ്തു. ഇന്ന് സിനി പറയുന്ന വലിയൊരു അഷുറൻസാണ്, ഈശോയെ അങ്ങേ വിട്ട് ഞാൻ ഒരിക്കലും എവിടെയും പോവുകയില്ല, അങ്ങ് മാത്രമാണ് ഈ ലോകത്തിൻ്റെ രക്ഷകൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് ഈശോ ആണെന്ന് ഏറ്റുപറയാനുള്ളൊരു വലിയ ചങ്കൂറ്റം ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ സിനിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവസ്നേഹത്തിലൂടെ ഈശോയെ പ്രഖ്യാപിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനുമുള്ള ശക്തിക്കായി കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് തെരേസ. ഞാൻ ഏലൂർ സെൻറ്റ് ആൻസ് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കിവിടെ അവസരം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജാനുവരി 9-ാം തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാതാവും കുറേ അനുഗ്രഹങ്ങൾ തന്നായിരുന്നു. പക്ഷേ ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് 2024 ഒക്ടോബർ 10-ാം തീയതി ഞാനും ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞാനും ബ്രദറും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എൻ്റെ കാലം വന്നിടിച്ചു. പക്ഷെ ഞാൻ ഒരു വലിയ പടക്ക പൊട്ടുന്ന ഒരു സൗണ്ടാണ് കേട്ടത്. ഞാൻ വിചാരിച്ചു ആ വണ്ടി പോയി പോസ്റ്റേ വല്ല ഇടിച്ചതാണെന്ന്. ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്കും ഞാൻ തവള ഇരിക്കുന്ന പോലെ സ്കൂട്ടറിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ചെളി ഉണ്ടായിരുന്ന നിലത്ത് അവിടെ പോയിരുന്നു. പിന്നെ ഞാനൊരു കാല് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇഞ്ചുറി തോന്നി. എനിക്ക് വന്ന ബ്ലഡ് കണ്ടിട്ടാണെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ ചെറിയ രീതിയിൽ തല ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ എന്നെ അടിയിൽ ഞാൻ നിലത്ത് കിടക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്രമുഖമായ ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ആദ്യം തന്നെ അവരെൻ്റെ കൊന്തയൊക്കെ എല്ലാം മുറിച്ച് കളഞ്ഞു. പിന്നെ ചെറുതായിട്ട് അവരെൻ്റെ തുടച്ചു മുറിവുകൾ. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ അവർ കിടത്തിയേക്കുമായിരുന്നു. ആരും നോക്കണമില്ല, ആരും മൈൻഡും പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ മാനസികമായി ഇച്ചിരി വിഷമം വന്നു. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണെന്ന് തോന്നുന്നു. ന്യൂറോ ഡോക്ടർ വന്നു. ഓവറോൾ എല്ലാം എക്സ്റേ ഒക്കെ ചെയ്തപ്പോൾ ന്യൂറോ ഡോക്ടർ വന്ന് എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അവിടെ നിന്ന് കുറേ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ആ ഡോക്ടറും. പിന്നെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെയായിട്ട്. ഡോക്ടർ പറഞ്ഞു, അവിടെയുള്ള ഫീമെയിൽ ഡോക്ടറോട് 3 തവണ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. കാരണം ആ ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഫീമെയിൽ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വേറൊരു ആശുപത്രി, പ്രമുഖമായ ആശുപത്രി പോയി. അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. കാരണം ആദ്യം തന്നെ ഡോക്ടർ വന്ന് സംസാരിച്ചു. പിന്നെ വീണ്ടും കുറേ എക്സ്റേ ചെയ്തു. കാരണം മുന്നേ ചെയ്ത എക്സ്റേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. എന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നെ പിന്നെ ഒരു യൂറിൻ ട്യൂബ് ഇട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പ്രോപ്പറായിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഫുള്ളും പിടിച്ചു വെച്ചേക്കുമായിരുന്നു.
എന്നിട്ട് ഡയറക്റ്റ്ലി ഒരു എക്സ്റ്റേണൽ ഫിക്സേഷൻ തന്നെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ റൂമിൽ പോയി. എന്നിട്ട് ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും അലർജി ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയൊരു അലർജി ഉണ്ട്. പിന്നെ ഞാനൊന്നും ഓർക്കണില്ല, എനിക്ക് ഫുൾ ബ്ലാങ്ക് ഔട്ടായി, എൻ്റെ ബോധം ഫുള്ളും പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ബോധം വരുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ ഇങ്ങനെ ഫോണെടുത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജിയോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും എനിക്കൊന്ന് ക്ഷീണം കാരണം ഞാൻ മയങ്ങിപ്പോയി. 2 ദിവസം ICU കിടന്നു. പിന്നെ റൂമിലേക്ക് മാറ്റി. പിന്നെ റൂമിലേക്ക് മാറ്റി 3-ാം ദിവസം ഈ വൂണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ ഡോക്ടർ റൂമിലേക്ക് പ്രൊസീജിയർ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ പുറത്ത് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈറ്റ് ചെയ്യാനും. വൂണ്ട് തുറന്നപ്പോൾ തന്നെ പഴുപ്പ് നല്ലപോലെ ഉണ്ട്. എല്ലാ കളറും കണ്ടു, മഞ്ഞ, പച്ച, ചുമപ്പ് ഫുൾ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാല് കാണുന്നത്, ഛർദ്ദിക്കാൻ മുട്ടി. അപ്പം ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവേ, എനിക്ക് ഒടിഞ്ഞു കിടന്നാൽ കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി ഒരു വൃത്തിയായിട്ട് എൻ്റെ കാല്, എനിക്ക് ഛർദ്ദിക്കാത്ത രീതിയിൽ എൻ്റെ കാല് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ രാത്രി എനിക്ക് ഉറക്കമില്ല, ഉറക്കം പോയി. അമ്മ ഉറങ്ങുമായിരുന്നു, പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും, ഒരു പെണ്ണിൻ്റെ ഒരു വിരലുകൾ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ തൊടുന്നു. ഞാൻ എൻ്റെ കാലെ തൊട്ട് അതുപോലെ ഇരിക്കും. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല. എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ കണ്ണു തുറക്കില്ലെന്നിങ്ങനെ മനസ്സിലിങ്ങനെ നിശ്ചയിച്ചു. എന്നിട്ട് പിന്നെ വന്ന 2 ദിവസം എൻ്റെ പൊന്നെ ഒടുക്കത്തെ വേദനയായിരുന്നു. അതായത് കൈ പൊള്ളുന്ന വേദനയായിരുന്നു. അത് അകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പൊള്ളൽ വന്ന് ചൂടോടെ കാലിങ്ങനെ വെന്തുരുകണ ഒരു വേദനയായിരുന്നു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രൊസീജിയർ റൂമിൽ പോയിട്ട് വൂണ്ട് അയച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ചോരപ്പാടിൽ ഒതുക്കി തന്നു. അതാണ് മാതാവ് തന്ന ഫസ്റ്റ് അനുഗ്രഹം. പിന്നെ 18 ദിവസം കിടന്നു. എന്നിട്ട് ഈ 21 എന്ന് പറഞ്ഞ ഡേറ്റ് എനിക്ക് ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നു, ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ 21 എന്ന് പറഞ്ഞ ഡേറ്റ്. അപ്പോൾ ഞാൻ വെച്ചോ വല്ല അനുഗ്രഹം വല്ലതും തരാനായിരിക്കും കേട്ടോ. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഡോക്ടേഴ്സ് മെയിൻ സർജറി 19-ാം തീയതി ആയിരുന്നു ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നീട് അത് 21-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയത്, ഞാൻ ഇത് കണ്ട സെയിം ഡേറ്റ് തന്നെയാണല്ലോ എന്ന്. അപ്പോൾ സർജറി ചെയ്തു. നല്ല വേദനയായിരുന്നു. എനിക്ക് ഇച്ചിരി BP വേരിയേഷൻ, ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് വേദന ഞാൻ ഇതുവരെ അത്ര വേദന ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ റൂമിലേക്ക് വന്നു. എപ്പിഡ്യൂറൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂറിൻ ട്യൂബ് എടുത്ത് മാറ്റണം. കാരണം ഇത്രയും ദിവസമൊക്കെ യൂറിൻ ട്യൂബ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ യൂറിൻ ട്യൂബ് രാവിലെ 10 മണിക്ക് മാറ്റുവാണെങ്കിൽ എനിക്ക് യൂറിൻ വരുന്നില്ല. എനിക്കറിയില്ല, ഒരു തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ബാഗ് എൻ്റെ വയറ്റിൻ്റെ അവിടെ വെച്ചിട്ടായാലും അടി വയറ്റിൽ വെച്ചിട്ടാണെങ്കിലും വരുന്നില്ല സാധനം. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് ഓപ്പണായിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവ്, എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, യൂറിൻ ട്യൂബ് വെച്ച് കിടക്കാനൊന്നുമുള്ള വയസ്സായിട്ടില്ല. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ കഷ്ടപ്പെട്ട് യൂറിൻ ട്യൂബ് വെച്ച് സഹിച്ച് കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി തരണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ അമ്മ, ആ സമയത്ത് അമ്മയായിരുന്നു എൻ്റെ ഒപ്പം ആശുപത്രി കിടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കാലിന് വേദന ഉണ്ടെങ്കിൽ അമ്മ തൈലം തേച്ച് തരും ഈ എൻ്റെ ബ്രദർ എടുത്ത ഉടമ്പടിയിൽ. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് കുർബാന ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും വന്നൊക്കെ കുർബാന തരുന്നുണ്ടായിരുന്നു. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് അപ്പം തന്നെ യൂറിൻ പാസ്സായി. അപ്പോൾ കിട്ടിയ സമാധാനം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ബേസിക് കാര്യങ്ങൾ പോലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഏകദേശം ഒരു 28 ഒക്ടോബർ ആയപ്പോൾ ഞാൻ ഡിസ്ചാർജായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൂണ്ട്, അതായത് സ്റ്റിച്ചിട്ട് ഊരേണ്ട സമയമായിരുന്നു. അത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞു എനിക്ക് ഇനി ഒരു സർജറി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ഒരു ടോക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷിയാണ്. പിന്നെ എനിക്ക് ചെസ്റ്റ് ഏരിയയിൽ ഒരു സ്കിൻ അലർജി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പഴുപ്പ് പോലെ വരുമായിരുന്നു.
അപ്പോൾ ഏകദേശം ഒരു തുടക്കത്തിലായിരുന്നു, ഉടമ്പടി എടുത്ത തുടക്കത്തിലായിരുന്നു അത്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അത് കരിഞ്ഞു. പിന്നെ ഒരു തവണയും കൂടെ വന്നപ്പോൾ പിന്നെയും കരിഞ്ഞു, അത് ഫുള്ളി മാറി. അപ്പം എനിക്ക് നല്ലപോലെ പേടിയുള്ള വ്യക്തിയായിരുന്നു. കാരണം പേടിയുള്ള വ്യക്തി തന്നെയായിരുന്നു. പിന്നെ പേടി സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഈ സെയിം സ്വപ്നം തന്നെ പേടി സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്ന് മാറ്റി തരണം, ഇത് ഭയങ്കര ഒരു അത്ര സുഖം തോന്നുന്നൊരു അവസ്ഥയല്ല. അപ്പോൾ മാതാവ് അന്ന് രാത്രി ഇതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാപ്പയിൽ എന്നെ മൂടി. അപ്പം ഞാൻ കണ്ണു പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രേ കളർ എന്തോ ഒരു തുണി ഇങ്ങനെ ആരോ ഊരുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൂടാണ്ട് ഇപ്പം വളരെ അനുഗ്രഹങ്ങളുണ്ടായി. മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും ഇപ്പം മാതാവിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം മാതാവിനെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് ആന്തരികമായി എന്തൊക്കെ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുത്തത്. പക്ഷേ പിന്നെ അത് എനിക്ക് ദൈവസ്നേഹം ദൈവവിശ്വാസം വളരെ കുറവായിരുന്നു, അതിൽ വളരാൻ പറ്റി. പിന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ചെല്ലും, എത്ര വേണേലും കൊന്ത ചെല്ലും. ഇതൊന്നും നേരത്തെ ചെല്ലാറ് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച കുർബാനയൊക്കെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അതിന് പോലും പോകാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുർബാന മുടക്കാൻ പറ്റുന്നില്ല. കാരണം കുർബാന മുടക്കുകയാണെങ്കിൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത കയറി വരുന്ന പോലെ തോന്നും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ ഞാനിങ്ങനെ ഓർഫനേജിലൊക്കെ പോയിട്ട് കുളിപ്പിക്കുമായിരുന്നു. കുളിപ്പിക്കാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഓർഫനേജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അടിക്കും തുടയ്ക്കും തുണിയൊക്കെ കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം ഞാനിങ്ങനെ ഭക്ഷണമല്ല ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും, പൈസ കൊടുക്കും, പിന്നെ തൈലമൊക്കെ ഞാൻ തേച്ച് കൊടുക്കും. കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താണെന്നറിയാം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഞാൻ പൊതുസ്ഥലങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. ആദ്യം പള്ളിയിലായിരുന്നു, പിന്നീട് മെഡിക്കൽ കോളേജുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ഒരാൾ പബ്ലിക്കായിട്ട് എന്നെ തെറി വിളിച്ചു. ഇത്രയും തെറി ഞാൻ കേട്ടിട്ട് പോലില്ല. അതിനുശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷ്യം അവസാനിക്കുന്നു. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. തെരേസ എന്ന ഈ മകൾ സഹോദരൻ ജിയോയോടും കൂടെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നത് വലിയ ഒരു സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിച്ചതിൻ്റെയും ഒക്കെ ഒരു വലിയ സാക്ഷ്യമാണിത്. 2 മക്കളും ഉടമ്പടിയിലാണ്. ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. അവർക്കൊരു വലിയ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്നുണ്ടായ വലിയൊരു സീരീസ് നമ്മളിപ്പോൾ തന്നെ എപ്പിസോഡ് വഴിയായി നമ്മൾ കേട്ടതാണ്. തെരേസ കടന്നുപോയ വേദനയുടെയും വലിയ ആശങ്കയുടെയും എല്ലാം നടുവിൽ പരിശുദ്ധ അമ്മ തന്നെ വന്ന് തൻ്റെ എല്ലാ പേടി സ്വപ്നങ്ങളും മാറ്റി ഇപ്പോൾ സ്വർഗീയ ദർശനങ്ങൾ നൽകി തൊടുകയും അമ്മയുടെ താരാട്ടുപാട്ട് പോലെ ഭാഷയറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാൻ പാടില്ലാത്ത ഒരു സംഗീതമാണ് താരാട്ടുപാട്ട്. അതിന് അർത്ഥമില്ല. അതുപോലെ തന്നെ അമ്മയുടെ സ്പർശനത്തിലും അമ്മയുടെ സാമീപ്യത്തിലും ഇന്ന് തെരേസ വളരെയധികം ആനന്ദിക്കുന്നുണ്ട്. രാത്രിയിലുണ്ടായിരുന്ന പേടി സ്വപ്നങ്ങളെല്ലാം മാറി വലിയ ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് ഇന്ന് തെരേസിനെ എത്തിച്ചേരാൻ സഹായിച്ചു. പരിശുദ്ധ അമ്മ തൻ്റെ കൂടെ എല്ലാ സമയത്തും കൂടെ സഞ്ചരിക്കുന്നു. കാരണം അമ്മ സഞ്ചാരി മാതാവാണ്. കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആദ്യത്തെ അനുഭവം മറ്റുള്ളവർ ചീത്ത വിളിക്കുന്നതായിരുന്നു. അവിടെ പോലും വിശുദ്ധ സ്റ്റീഫനെ പോലെ ആനന്ദിക്കാൻ സാധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ സൗഖ്യത്തിൻ്റെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെയും ഒരു വലിയ അനുഭവം അഭിഷേകം നൽകി മകളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെയൊക്കെയാണ് തെരേസ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഉടമ്പടിയെടുത്ത ഈ മക്കൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നൽകിയ വലിയ സൗഖ്യവും സമാധാനവും അതുപോലെ തന്നെ ഈശോയിൽ കൂടുതൽ വളരുവാൻ ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കണമോ, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കൃത്യമായ നിർവചനം എനിക്ക് എൻ്റേതായ ഒരു ഡെഫിനിഷൻ ഇന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ സാധിക്കും. എൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അടിച്ചു മാറ്റുന്നതല്ല. ഈശോയുടെ തിരുരക്തത്താൽ ഇന്ന് ഞാൻ സൗഖ്യപ്പെട്ടു, ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ എന്നെ വീണ്ടെടുക്കാനാവൂ എന്നുള്ള വലിയ വലിയ ബോധ്യങ്ങളോടുകൂടിയാണ് ഇന്ന് ഈ അമ്മയും മക്കളും ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഈശോ നൽകുന്ന എല്ലാ സൗഖ്യത്തിനും സമാധാനത്തിനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സാഹചര്യങ്ങളിലും എല്ലാം അനുഭവിക്കുന്ന സന്തോഷത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് സബി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിലാണ്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാരണമായിരുന്നു. അത് അത്രയും പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങളാണെങ്കിൽ അത് മാത്രം ഉടമ്പടിയിൽ വെച്ചില്ല. പക്ഷേ സംഭവിച്ചത് ഉത്തരം കിട്ടിയത് ആ ഉടമ്പടിയിൽ വെക്കാത്ത ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ടൊന്നും ഒരു ചൂല് എന്ന് പറഞ്ഞ സാധനം തൊടാൻ പറ്റില്ല. ചൂല് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ചൂല് തൊടുന്നതോടെ, ചൂലിൽ ഞാൻ തൊട്ട് കഴിയുമ്പോൾ മുതൽ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂല് തൊടാറോ വർഷങ്ങളായിട്ട് പിന്നെ അച്ഛനാണ് അടിച്ചു വാരുകയും വീടെല്ലാം വൃത്തിയാക്കുകയും ചെയ്യുന്നത്. വീട് വൃത്തിയാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മുതൽ ആദ്യം ദേഷ്യം വരും. പിന്നെ മേലെല്ലാം ചൊറിഞ്ഞു പൊട്ടി മേലെല്ലാം മണക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴേക്കും പനിയാവും. പിന്നെ 2-3 ദിവസം കിടപ്പിലാവും. അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് മാറ്റാനോ, പണി എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രമാത്രം പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് പിള്ളേരെയാവും, പിന്നെ അത് അച്ചാനിയാവും. പിന്നെ ഞാനിങ്ങനെ കിടപ്പിലാകുന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അച്ഛൻ മാത്രമേ അത് ചെയ്യാറുള്ളൂ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അതുകൊണ്ട് അല്ല പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാതെ കിടപ്പിലാകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ തുടങ്ങി. എല്ലാ പ്രവൃത്തികളും ഉടമ്പടി പ്രകാരമുള്ള നിബന്ധനകളെല്ലാം ഞങ്ങൾ പാലിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി പെട്ടെന്നൊന്ന് വീട് മാറണം തോന്നി. ഞങ്ങൾ വീടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒറ്റയ്ക്കുള്ള വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട് മാറാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 1.5-2 വർഷത്തോളം ഞങ്ങൾക്ക് വീടേ കിട്ടുന്നില്ല. വീട് അന്വേഷിച്ച് ഒറ്റയ്ക്ക് തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടണം. അല്ലാതെ ഞങ്ങളുടെ വേറെ റെൻറ്റിന് കൊടുക്കാനുള്ളത് അത്ര പണമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് വീട് അന്വേഷിച്ചു. ഒറ്റയ്ക്ക് വീട് കിട്ടുന്നില്ല. എന്തായാലും പ്രാർത്ഥിച്ച് 1.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി. ഞങ്ങൾ താമസം മാറാൻ വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഉടമസ്ഥനോട് പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തന്നെ, ഞങ്ങൾക്ക് വീട്ടിൽ നിന്നൊന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അയാൾ കുഴപ്പമില്ല, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ പൈസ തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് പൈസ രണ്ടാമത് ഒരാഴ്ച ഇങ്ങനെ വൈകാൻ തുടങ്ങി, ഒരു മാസങ്ങൾ വൈകാൻ തുടങ്ങി. പൈസ ചോദിക്കുന്നതനുസരിച്ച് പിന്നെ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വല്ലാത്ത ഒരു എന്താ പറയുക, ഞങ്ങളെ വല്ലാത്ത ഒരു ഉപദ്രവം ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു സിംഹം പോലെ ആകാൻ തുടങ്ങി. ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ദൈവത്തെ മാത്രം ആ പൈസയ്ക്ക് വേണ്ടി ദൈവത്തെ ആശ്രയിക്കാമെന്നല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു നിയമവശം നോക്കിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതിനും ഞങ്ങൾ മാതാവിനോട് കരഞ്ഞ പ്രാർത്ഥന തുടങ്ങി. മാതാവ് ഞങ്ങൾ ഇതിനകത്തൊന്ന് രക്ഷിക്കണം. പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഭയങ്കരമായിട്ട് വഷളായി. എനിക്ക് വീട്ടിലുള്ള ഒരു വീടൊന്നും മാറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു സാധനത്തിൽ പോലും ഒരു ഡെപ്പ പോലും എടുത്തൊന്ന് തുടച്ച് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോഴേക്കും വേദന ഇളകാൻ തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. ഓരോരുത്തർക്കും മാറി മാറി വേദന എടുക്കുന്ന കുറച്ച് നേരം ഒരു പണിയെടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ പ്രശ്നം മാറി പോയി കുളിക്കണം. അങ്ങനെ അച്ഛനാണെങ്കിൽ കുളിച്ച് മടുത്തു. ശരിക്കും പറഞ്ഞാൽ പനിയായി. പനി പിടിച്ചിട്ട് എണിക്കാൻ വയ്യാതെ ശരീരം ആസകലം വേദനയും എന്ത് ചെയ്യുമെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയിൽ അങ്ങ് ഗതി കെട്ടു. അങ്ങനെ അപ്പോഴാണ് ആ സമയത്താണ് എനിക്ക് അഖണ്ഡ ജപമാല റാലി വരുന്നത്. അങ്ങനെ ഒക്ടോബർ 25-ാം തീയതി മാതാവ് ഒരു ഡേറ്റ് തന്നു. അങ്ങനെ അഖണ്ഡ ജപമാല റാലിക്ക് ഞങ്ങൾ വന്നുകൂടി വളരെ കഷ്ടപ്പെട്ടാണ് വന്നുകൂടി ഞങ്ങൾ ചെന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് പിന്നെ വരും
അവർ തിരിച്ചു പോകും, വരും, ഓരോരുത്തരും വരും, തിരിച്ചു പോകും. ഞങ്ങൾക്ക് മനസ്സിലായി പൈസ കിട്ടൂല. അങ്ങനെ എന്തായാലും അഖണ്ഡമാല അലി കൂടി കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നു, ഞങ്ങൾക്ക് പൈസ അത് പെട്ടെന്ന് ഒരാൾ ഒറ്റയ്ക്ക് വന്നു. ഇയാൾ വളരെ സമാധാനമായിട്ട് തന്നെ ഞങ്ങൾക്ക് പൈസ തന്നു, പെട്ടെന്ന് പൈസ തന്നു. ഞങ്ങൾക്ക് വീട് മാറാൻ പറ്റി. ഞങ്ങൾ ഈ 2025 ഡിസംബർ 1 ഞങ്ങൾ വീട് മാറി ഒരു പുതിയ വീട് തന്നെ മാതാവ് തന്നു. അത് ഞങ്ങൾ കുറേ വീടുകൾ പോയി കണ്ടു. ഒരു വീട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടില്ലായിരുന്നു. കാരണം ഏത് വീട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമായിരുന്നു, ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. കൃത്യം പള്ളീൻ്റെ അടുത്ത് തന്നെ മാതാവ് പ്രാർത്ഥിച്ച് ഒരു വീട് തന്നു. പള്ളിയിൽ പോകാൻ പറ്റി. ആ വീട്ടിൽ ഞങ്ങൾ 2 മാസമായി ഇപ്പോൾ താമസം തുടങ്ങിയിട്ട് ഒരു പ്രശ്നങ്ങളില്ല, ഒരു അസ്വസ്ഥതകളോ. എനിക്കെല്ലാം ചെയ്യാൻ തുടങ്ങി. ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ഇത്രയും വലിയ ഈ വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച പരിശുദ്ധ അമ്മയ്ക്കും കർത്താവിനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ക്യാൻസർ സെൻ്ററിൽ പോകും, അവിടെ പൈസ കൊടുക്കും. പിന്നെ ഇവിടെ കൃപാസനത്തിലേക്ക് വരാനുള്ളവർക്ക് വണ്ടിക്കൂലി കൊടുക്കും. പിന്നെ അവിടെ പോകുന്ന ഞാൻ RCCൻ്റെ അവിടെ പോയി ഞാൻ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കും, പിന്നെ ഭക്ഷണം മേടിച്ച് കൊടുക്കും, അങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ പത്രം ഞാൻ ചിലപ്പോൾ 10 കെട്ട് മേടിക്കും, ചിലപ്പോൾ 8 കെട്ട് മേടിക്കും. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തായാലും മാതാവ് അതിനുള്ളൊരു കൃപ, അത് കൊടുക്കുന്നത് വലിയൊരു താല്പര്യമുള്ള കാര്യമാക്കി എനിക്ക് മാറ്റി തന്നു. അതെനിക്കൊരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് കൊടുക്കാനുള്ള കൃപ തന്നു, അതിനും എന്നെ സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ച പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും വീണ്ടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. സബി ജീവിത പങ്കാളിയോടൊപ്പം പ്രത്യക്ഷീകരണ സാക്ഷികളായി ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത് അവരുടെ ഒരു വലിയ ജീവിത പ്രശ്നങ്ങൾ പരിശുദ്ധ അമ്മ ചോദിക്കാതെ തന്നെ, നിയോഗത്തിൽ എഴുതാതെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ജീവിതം അവർ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വലിയ സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം സൗഭാഗ്യങ്ങളും നൽകിയതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് സബി ഇവിടെ ഏറ്റുപറഞ്ഞത്. നൽകുന്ന ഒരു കമൻ്റ് ഇതാണ്: നമ്മുടെ ഈ കുടുംബത്തിലെ ഇത്ര വലിയ പൈശാചിക ബന്ധനത്തിന് വേണ്ടി മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രമാണ് പള്ളികളിലും നേർച്ച കാഴ്ചകളിലും വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ചെയ്ത് ധ്യാനങ്ങൾ കൂടി നാം പ്രാർത്ഥിച്ചത്. നമുക്കതിനൊരു ഫലമുണ്ടായല്ലോ. ഇനി ആലപ്പുഴയിൽ പോയിട്ട് വേണോ ഇതിനൊരു സമാധാനം എന്ന ചോദ്യത്തിന് പരിശുദ്ധ അമ്മ തന്നെ ഉടമ്പടിയിലൂടെ അവർക്ക് നൽകിയ വലിയ ഒരു ഉത്തരമാണ് ഇവരുടെ ജീവിതത്തിലെ വലിയ സമാധാനം. നമുക്കറിയാം, എത്ര തന്നെ പൈശാചിക ബന്ധനങ്ങളിൽ നാം അകപ്പെട്ടാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ളൊരു ജാമ്യമാണ് ഈ ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പദ്ധതി. നരക സർപ്പത്തിൻ്റെ തല തകർത്ത അമ്മയെ സാത്താന് ഏറ്റവും അധികം വെറുപ്പ് തോന്നാൻ കാരണം ഈശോയിലേക്ക് അടുത്തു വരുന്ന ഏത് മക്കളെയും തടഞ്ഞു നിർത്താനുള്ള ഒരു പദ്ധതിയാണ് പിശാചിനുള്ളത്. ആരൊക്കെയാണോ ഹൃദയത്തെ വൃത്തിയാക്കി, വീടിനെ വൃത്തിയാക്കി ഈശോയിലേക്ക് അടുക്കുന്നുവോ, നാം അനുദപിച്ച് കുമ്പസാരിച്ച് ഈശോയിലേക്ക് അടുക്കുന്നുവോ, അവിടെയെല്ലാം 7 ദുഷ്ടാത്മാക്കളെ കൊണ്ടുവന്ന് നമ്മെ അസഹ്യപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് സാത്താൻ്റേത്. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഈ അൾത്താരയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛനോട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ നമ്മെ കൈക്ക് പിടിച്ച് രക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ പ്രാർത്ഥനാ പദ്ധതിയുടെ ഒരു പ്രത്യേക ആനുകൂല്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിത്യതയിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ കുടുംബത്തിലുണ്ടായ എല്ലാ തകർച്ചകളിലും പരിശുദ്ധ അമ്മ ഇവർക്ക് കൂടെ നിന്ന് അവരുടെ വീട് മാറുവാനും വീട്ടിലുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ മോശമായ അഴുക്കു നിറഞ്ഞ സാഹചര്യങ്ങളെയെല്ലാം മാറുവാനായി പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുത്ത വലിയ ഒരു സപ്പോർട്ട്
സപ്പോർട്ട്, വലിയ ഒരു ആശ്വാസമാണ് ഈ മകളിവിടെ ഏറ്റുപറഞ്ഞത്. നമുക്കറിയാം പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മൂവി കാണുമ്പോൾ പരിശുദ്ധ അമ്മ സാത്താന് മുൻപ് പോകുന്നത് നമുക്ക് കാണാം. എപ്പോഴും ഈശോയെ ശല്യപ്പെടുത്താതിരിക്കാൻ, ഈശോയ്ക്ക് യാതൊരു ബലഹീനതകളും കടന്നു വരാതിരിക്കാൻ പരിശുദ്ധ അമ്മ സാത്താന് മുൻപ് സാത്താനെ തടയുന്ന ഒരു അവസ്ഥ നമുക്ക് ആ മൂവിയിൽ കാണാനായിട്ട് സാധിക്കും. സാത്താൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്ന ഈശോയോട് പറയുന്നുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാമല്ലോ, നീ ദൈവപുത്രനാണല്ലോ, നിനക്കൊന്ന് താഴേക്ക് ചാടിയാൽ നിന്നെ ദേവദൂതന്മാർ നിന്നെ അവരുടെ കരവലയങ്ങളിൽ കാത്തു സൂക്ഷിക്കുമല്ലോ. നാം എത്ര തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലായാലും നമ്മുടെ പരീക്ഷകളും പരീക്ഷണങ്ങളും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ വിശ്വസ്തതയുടെയും വിശ്വാസത്തിൻ്റെയും മാറ്റുരച്ച് നോക്കുന്നതെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. സഭയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ ആശ്വാസത്തിനും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിനും അവർക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച്, നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് നന്ദി. ഇന്ന് ദൈവം തന്നതല്ലാതെ ഒന്നും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ നിൽക്കാൻ നൽകിയ അനുഗ്രഹത്തിന് ദൈവമേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് എന്നും എന്നും നന്ദി. എൻ്റെ പേര് ആതിര, ഞാൻ കോടനാട് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് ചേച്ചിമാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതൊക്കെ വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു മടിയുള്ള ഒരാളായിരുന്നു. പ്രാർത്ഥിക്കാനാണെങ്കിൽ അവിടെ മാതാവ് ഉണ്ടല്ലോ നമ്മുടെ പള്ളിയിലും, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു വിചാരമായിരുന്നു. ഞാൻ അങ്ങനെ എന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിൽ അധികം ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മുതൽ മെൻസസിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നതാണ്, ഞാൻ എൻ്റെ ചെറിയൊരു പ്രായത്തിൽ മുതൽ. അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മ ഈ ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിലും അധികം ഫോളോ അപ്പ് ഗൈനക്കിൻ്റെ ഭാഗത്തുനിന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരികയും നടക്കുമ്പോൾ ബ്ലഡ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി UST സ്കാൻ എടുത്തു അബ്ഡോമൻ്റെ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ഒരു ഫൈബ്രോയിഡ് ആണല്ലോ, അതും വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ അടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ എക്സാമിനേഷൻ ശേഷം പറഞ്ഞു സെർവിക്സിൻ്റെ അവിടെ അത്ര ഹെൽത്തി അല്ല, നമുക്ക് ബയോപ്സി എടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് അമ്മേനെ കൊണ്ടുവന്നു. അവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്, ജസ്റ്റ് നമുക്ക് ഒന്ന് ബയോപ്സി എടുക്കാം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ ബയോപ്സി എടുത്തു. അതിനകത്ത് HPV പോസിറ്റീവായിട്ട് വന്നു അമ്മയ്ക്ക്. നമുക്കറിയാവുന്ന പോലെ ലീഡിങ് കോസ് ഓഫ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഉണ്ടാക്കുന്ന വൈറസാണത് HPV. അപ്പോൾ അമ്മയ്ക്ക് അത് പിന്നെ വളരെ ടെൻഷനായി തുടങ്ങി. അടുത്ത് ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടെൻഷൻ, നിരാശ, ആകെ ഭയങ്കര ഡൗൺ ആയിരിക്കുമായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ ബയോപ്സിക്ക് വേണ്ടി ഞങ്ങൾ പോയി. കോൾപോസ്കോപ്പി ബയോപ്സി ആണ് എടുത്തത്, അപ്പോൾ സെർവിക്കൽ ബയോപ്സി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സെൽസ്, ക്യാൻസറസോ ആയിട്ടുള്ള സെൽസ് ഉള്ള സ്ഥലത്ത് വൈറ്റ് പാച്ചസ് പോലെ വരും. എന്നിട്ട് അമ്മേനെ കയറ്റി ബയോപ്സി എടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞിട്ട് വന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വൈറ്റ് പാച്ചസ് ആയിട്ട് 2-3 സ്ഥലങ്ങളിലുണ്ട്, നമുക്ക് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. 14 ദിവസമാണ് ബയോപ്സിയുടെ റിപ്പോർട്ട് വരാനുള്ള സമയം പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വലിയാഴ്ചയായിരുന്നു അത്. അപ്പോൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എങ്കിലും എനിക്കൊരു ധൈര്യമില്ല. ഞാൻ ആ സമയത്തൊക്കെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ഇവിടുത്തെ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ ഈ ഓരോ പ്രാവശ്യവും റിപ്പോർട്ടിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടത്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത് റിപ്പോർട്ട് വയ്ക്കാൻ. എനിക്ക് തൊട്ടും തരില്ല, കൈയും കാലമൊക്കെ വിറക്കിയായിരുന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞു, വൈറ്റ് പാച്ചസ് ഒന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒന്നും കൂടി എടുത്ത് ചോദിച്ചു, ഡോക്ടറെ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നുമില്ലല്ലോ എന്ന്. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ ആരോഗ്യവതിയായിട്ട് എൻ്റെ കൂടെ വേണമെന്നാണ്. എൻ്റെ അമ്മേനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നന്ദി ദൈവമേ, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് എന്നും നന്ദി. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. ഞാൻ CBT IELTS ഒക്കെ പാസ്സായതാണ്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചാൻസസും കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്
വോളണ്ടറി ആയിട്ട് ഞാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ എല്ലാവരും എന്നെ കുത്തുവാക്കുകളും കളിയാക്കലുകളായിരുന്നു. നീ ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് ഈ വെറുതെ സേവനത്തിനാണോ നീ പോണേ? അങ്ങനെ ഒത്തിരി കൂടെ ഉള്ളവരൊക്കെ ഓരോ സ്ഥലത്ത് കയറിയപ്പോഴും എനിക്ക് ഇതൊന്നും ശരിയാവണം എന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും ആ കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥനയിൽ അത് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് വായിക്കണം. എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരാളായിരുന്നു. ടെൻഷൻ വന്നാലും ഞാനിപ്പോൾ ആ സമയത്തൊന്നും ആരോടും ഒന്നും പറയാൻ പോയില്ല. ബൈബിളെടുത്ത് രാത്രിയാണോ വെളുപ്പിനാണോ എപ്പോഴാണോ ആ ഒരു ടെൻഷനും സങ്കടം വരണേ അപ്പം തന്നെ ഞാൻ ബൈബിളെടുത്ത് വായിക്കാനും കുർബാനയിൽ പോകാനും ഒരു 2 ആഴ്ചത്തേക്ക് കൂടുതൽ ഞാൻ ഗ്യാപ്പ് വരുത്താണ്ട് ഒരു മാസത്തെ മുകളിൽ ഒരിക്കലും പോയിട്ടില്ല കുമ്പസാരിക്കാതെ. അങ്ങനെ ഞാൻ കൂടുതൽ ആത്മീയ ജീവിതം ഞാൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ അതുവരെ ഒരു വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വേക്കൻസി വരെയും ഞാൻ അവിടെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് എന്നെ കളിയാക്കിയിട്ട് മുമ്പിൽ തന്നെ ദൈവം എനിക്ക് സ്റ്റാഫ് നഴ്സിൻ്റെ പൊസിഷൻ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്ന എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുറച്ച് ഡിലേ വന്നെങ്കിലും അവൾക്ക് നല്ലൊരു പങ്കാളിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്കത് ഒന്നും അന്വേഷിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് മാട്രിമോണിയയിൽ അമ്മ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാട്രിമോണിയയിൽ കൊടുത്തു. ഒരാഴ്ച എടുത്തില്ല. അതിനു മുന്നേ നല്ലൊരു ആലോചന വരികയും അത് ഫിക്സ് ആവുകയും ചെയ്തു. അവളുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും ദൈവം നന്നായിട്ട് തന്നെ എനിക്ക് നടത്തി തന്നു. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടാസ്ക് കഴിയുമ്പോഴും അത് വെട്ടി ടിക്കിട്ട് പോണ പോലെ അതേ ഓർഡറിൽ എൻ്റെ ഓരോ നിയോഗങ്ങളും ദൈവം അങ്ങ് ടിക്കിട്ട് എനിക്ക് സാധിച്ചു തന്നു. ദൈവമേ എല്ലാത്തിനും നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് 1000 നന്ദി. ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുവന്ന് എനിക്കറിയണവർക്കും അറിയാത്തവർക്കും എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണോടത്താണെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നീയും കൃപാസനത്തിൽ പോയി തുടങ്ങിയോന്ന്. അപ്പോൾ അന്നൊക്കെ ഞാൻ ഒരു എന്താ പറയുക അത്ര അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം അതിൻ്റെയൊക്കെ ഞാൻ ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്നിലുള്ള മാറ്റം എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ തോരാതെ അവരോട് പറയാനുള്ളൊരു ധൈര്യവും ആ ഒരു മനസ്സിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഞാൻ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ ആരോടും വർഷങ്ങളോളം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാനും ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു 20-25 സൈക്യാട്രിക് പേഷ്യൻസ് ഉള്ളൊരു മഠമുണ്ട്. അവർ ഭയങ്കര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ അന്നത്തെ നടന്നു പോണവരാണ്. എനിക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞ ജോലി അധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പേഷ്യൻസിനോടാണെങ്കിൽ എനിക്ക് അത്ര ഓപ്പണായിട്ട് എനിക്ക് എപ്പോഴും പെരുമാറാൻ പറ്റിയിരുന്നില്ല. അതേ പിന്നെ ഞാൻ കരുണയോട് അവരോട് പെരുമാറാനും അവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കാനും തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ അങ്ങ് എന്നോട് ഇത്രയും കരുണ കാണിക്കണമല്ലോ, അതിലൊരു അംശമെങ്കിലും ഞാൻ അവർക്ക് കൊടുക്കണ്ടേന്ന് വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാനും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടാനും ഒക്കെ തുടങ്ങി. അത് ദൈവം എല്ലാ രീതിയിലും എന്നെ ഉയർത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഈശോയ്ക്കും എന്നും എന്നെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും എല്ലാത്തിനും നന്ദി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ പഴുതിയില്ല. സങ്കീർത്തനം 18:36 വചനമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്വാസം മുട്ടിക്കുന്ന പല അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ട് നീങ്ങണമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും രോഗാവസ്ഥയിലായാലും വരുമാനമില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ഏതവസ്ഥയിലായാലും നമ്മൾക്ക് തിരിയാവുന്ന ഒരു സ്ഥലമാണ് കൃപാസനം എന്ന ഈ ആലയം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും പ്രത്യേകിച്ചും ഉടമ്പടി മക്കളെ ഉറപ്പുള്ള വഴിയിലേക്കൂടെ നയിക്കുന്ന ഒരമ്മയാണ് ഇവിടെയുള്ളത്. ഈശോയാണ് നമുക്ക് വഴി നടത്താൻ അനുഗ്രഹിക്കുന്നത്, വഴി കാണിച്ചു തരുന്നത്. ജീവിതത്തെ പലപ്പോഴും മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ദൈവത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥകളെല്ലാം പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത് ഒരു പുതിയ നല്ല ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കൈ നമ്മെ വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളെന്നുള്ള വിശ്വാസമാണ്.
ദൈവം നമ്മെ നിരന്തരം സംരക്ഷിക്കുകയും നിരന്തരമായി കാവൽ ഇരിക്കുന്നതുമായ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ആതിര എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകള് ചെറുപ്പകാലം തൊട്ടേ അമ്മയുടെ പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. BSc പഠനത്തിന് ശേഷമാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ബയോപ്സി ചെയ്യുകയും പിന്നീടുള്ള രോഗകാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തത്. ബയോപ്സിയുടെ 2 പ്രാവശ്യം എടുത്തപ്പോഴും 2 റിപ്പോർട്ടാണ് വന്നത്. ആദ്യം HPV വൈറസ് പോസിറ്റീവ്, രണ്ടാമത് വൈറ്റ് പാച്ചസ് ക്യാൻസറസ് സെൽസ് ആകാം ഒരു ഭയപ്പെടുത്തുന്ന, ഒരു ഭീതിയിൽപ്പെടുത്തുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട്. പിന്നീട് വീണ്ടും ഈ മകൾ ഉടമ്പടിയെടുത്ത് പിന്നെയാണ് വിശ്വാസത്തോടെയുള്ളൊരു ജീവിതം നയിച്ചത്. അത്രയും നാൾ രോഗാവസ്ഥയിൽ മരുന്നും ലേപനവുമെല്ലാം സഹായിക്കും, സൗഖ്യപ്പെടും, ഇവിടെയോ ദൈവമുണ്ട്, ഇവിടെ ഒരു മാതാവുണ്ട്, എനിക്ക് കൃപാസനത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ കുറച്ച് വിശ്വാസം കുറഞ്ഞ രീതിയിലായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള അടുപ്പം. പിന്നീട് എല്ലാം തൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഈ മകൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് ശേഷമാണ് ഈ അമ്മയുടെ റിപ്പോർട്ട് വന്നപ്പോൾ വൈറ്റ് പാച്ചസ് നോൺ ക്യാൻസറസ് ആണെന്ന് മനസ്സിലായത്, റിപ്പോർട്ട് വന്നത്. ഈ മകളുടെ ഒരു നല്ല വിശ്വാസമാണ്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴും ഈശോയും അമ്മയും കണിഞ്ഞു നൽകിയ ഒരു രോഗസൗഖ്യമാണത്. പിന്നീടായിരുന്നു ഈ മകൾ പറഞ്ഞ ഒരു ജോലിയുടെ കാര്യം. വരുമാനമില്ലാതെ ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെങ്കിൽ പഠിച്ച സ്ഥലത്ത് തന്നെ ട്രെയിനിയായിട്ട് ജോലി ചെയ്തിരുന്നു. ജോലിക്ക് വേണ്ടി വെച്ചൊരു നിയോഗമാണ് ഉടമ്പടിയിൽ. പെട്ടെന്നാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ അവിടെ ഒരു വേക്കൻസി ആവുകയും പെട്ടെന്ന് തന്നെ അവിടെ ഒരു നല്ലൊരു സ്റ്റാഫ് നഴ്സായിട്ട് ജോലി കിട്ടുകയും ചെയ്ത്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയോടാണ് ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഈ മകൾക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു നല്ല ജോലി കിട്ടി. ചേച്ചിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് 1 വർഷത്തോളം അന്വേഷിച്ചിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിൻ്റെ പെട്ടെന്ന് തന്നെ അതും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് ഒരു നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവരികയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തത്. ഒരാഴ്ചക്കകമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നടത്തിക്കൊടുത്തത്. ഓരോ നിയോഗവും ടിക്കിട്ട് ചെയ്യുന്ന പോലെയാണെന്നാണ് ഈ മകളുടെ വിശ്വാസം. അമ്മയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിയോഗത്തിൽ സമർപ്പിച്ചു, പിന്നീട് അങ്ങ് വിട്ട് കളഞ്ഞു. അമ്മയെല്ലാം ഏറ്റെടുക്കുകയാണ്. അമ്മ ഓരോന്നായിട്ട് ഈശോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോയോട് കാനായിൽ പറഞ്ഞതുപോലെ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും, അവർക്ക് ജോലിയില്ല, അവർക്ക് രോഗസൗഖ്യം വേണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഈശോയോട് പറയുന്നത് അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയുടെ അടുത്താണ് നമ്മൾ ഉടമ്പടിയിലൂടെ കൂടുതൽ സ്നേഹിക്കുകയും ഈശോയെ കൂടുതൽ അറിയുവാനും നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും ഉടമ്പടിയിൽ കൂടിയാണ്. ഈ മകൾ പറയുന്നത് വിശ്വാസത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വാതോരാതെ ഈശോയും അമ്മയും കഴിഞ്ഞ ഈ അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഈ മകൾ തുടങ്ങി. പിന്നീട് ക്ഷമിക്കുവാനും സഹകരിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും എല്ലാം ഈ ഉടമ്പടിയാണ് എന്നെ സഹായിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഇടുക്ക് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഇടുക്കുകളിലൂടെ വിശാലതയിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ ഏക ആശ്രയം കർത്താവിൻ്റെ കൃപയിലായിരുന്നു. ആ കൃപയാണ് അമ്മയെ വിനയത്തിലും വിശ്വാസത്തിലും നിലനിർത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ആ വിശാലതയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മുടെ മുന്നിൽ വഴി തുറക്കുന്നവനാണ്. ആ വഴി തുറക്കുന്നവൻ്റെ കരം പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദൈവം വിശാലമാക്കി തരുന്ന വഴിയിലൂടെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ആദരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.